The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സോഷ്യൽ സയൻസ് ക്ലാസ് അല്ലേ. അപ്പോൾ ഇന്നലെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പഠിച്ചു, ചൗരി ചൗര ഇൻസിഡൻറ്റ് പഠിച്ചു, വാഗൺ ട്രാജഡി പഠിച്ചു, വൈക്കം സത്യാഗ്രഹ പഠിച്ചു, ഗുരുവായൂർ സത്യാഗ്രഹ, അംബേദ്കർ ആൻഡ് പൂനെ പാറ്റ് അല്ലേ. മെനി ഇവൻറ്റ്സ് ദാറ്റ് ഈസ് റിലേറ്റഡ് ഓർ ദാറ്റ് ഹസ് ഹാപ്പൻ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഗാന്ധിയൻ ഇറ അല്ലേ. ഗാന്ധിയൻ ഇറയിൽ സംഭവിച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്താണ്? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആണ് അല്ലേ. അപ്പോൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. വാട്ട് ഇറ്റ് ഈസ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്? സോ ലെറ്റ് us discuss about Quit India movement. See, Quit India movement, it was a movement launched in the All India Congress meeting session held at Bombay on 8th August 1942. The session demanded British to hand over all administrative power and quit India. അതായത് ലാഹോറിൽ വെച്ചിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയും ഏത് വർഷം 1942 ഓഗസ്റ്റ് 8 അവിടെ വെച്ചിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയും ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് എന്താണ് ഡിസിഷൻ എടുത്തത്? ദറ്റ് ഈസ് ബ്രിട്ടീഷ് ഷുഡ് ഹാൻഡ് ഓവർ ഓൾ പവർ ടു ഇന്ത്യൻസ് അല്ലേ. എല്ലാ പവറും ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം? ഇന്ത്യക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ആൻഡ് ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിട്ടുപോകുക എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണം അവസാനിപ്പിക്കുക എന്നുള്ള തീരുമാനം എടുത്തത് ഓൾ ഇന്ത്യ കോൺഗ്രസ് മീറ്റിംഗ് ദറ്റ് ഈസ് 1942 ഓഗസ്റ്റ് 8 they decided to launch a movement, mass movement against the British, that is what Quit India movement. See, in that movement Gandhiji has declared that in his speech, he is declared that in a speech Gandhiji urged the people, here is the mantra, a short one that I give you. You may imprint on your heart. Let every breath of yours give expression to it. The mantra is do or die. We shall either free India or die in the attempt. See, Gandhiji has given a mantra that do or die. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഐദർ വി ഹാവ് ടു വർക്ക് ഫോർ ഗെറ്റിംഗ് ഫ്രീഡം അല്ലേ, ഫ്രീഡം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. ഓർ എൽസ് വി ഹാവ് ടു ഡൈ ഇൻ ദാറ്റ് അറ്റംപ്റ്റ്. ഒന്നില്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി പ്രവർത്തിച്ച് മരിക്കുക. ദാറ്റ് ഈസ് വാട്ട് ഡു ഓർ ഡൈ. And here many leaders was arrested, among them Gandhiji and his wife, that is Kasturba Gandhi, also arrested, and in that jail Gandhiji's wife, that is Kasturba Gandhi, passed on 22 February 1944 in the prison itself അല്ലേ. അതായത് ഗാന്ധിജി അതുപോലെ തന്നെ ഒരുപാട് നേതാക്കന്മാർ എന്ത് ചെയ്തു? അവിടെ ജയിലിലടച്ചു. അവിടെ വെച്ചിട്ട് ഗാന്ധിജിയുടെ വൈഫ് എന്ത് ചെയ്തു? 1944 ഫെബ്രുവരി 22 കസ്തൂർബ ഗാന്ധി അല്ലേ, കസ്തൂർബ ഗാന്ധി ഗാന്ധിജിയുടെ വൈഫാണ്. അവർ വെച്ചിട്ട് ആ ജയിലിൽ വെച്ച് മരിക്കുകയും ആൻഡ് ഹെർ ബോഡി ഇസ് ക്രിമേറ്റഡ് ഇൻ ദ ജയിൽ ഇറ്റ്സെൽഫ്. ആ ജയിലിൽ തന്നെ എന്ത് ചെയ്തു? ക്രിമേറ്റ് ചെയ്തു, സംസ്കരിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, സോ ഡ്യൂറിങ് ദാറ്റ് ടൈം, അതായത് ഗാന്ധിജിയും ലീഡേഴ്സും അറസ്റ്റ് ചെയ്ത ആ സമയത്ത് ഗാന്ധിജി ഡിക്ലെയർ ദാറ്റ്
The leader of Quit India movement is Aruna Asif Ali. Okay, Aruna Asif Ali എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി ഉണ്ടായിരുന്നു. അവർക്കായിരുന്നു ലീഡർഷിപ്പ് ഗാന്ധിജി കൊടുത്തത് ബിക്കോസ് ഗാന്ധിജി വാസ് അറസ്റ്റഡ്. അല്ലേ, ഗാന്ധിജി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആ ലീഡർഷിപ്പ് ആർക്ക് കൊടുത്തു? ദാറ്റ് ഈസ് ഗിവൺ ടു Aruna Asif Ali. Okay, see, after the arrest of Gandhiji, what has happened? Protesting the arrest of leaders, countrywide hartal and Black Day were organized. Gradually, the protest turned into rebellions. Railway stations were destroyed, trains were set on fire, government offices were burnt, and communication and broadcast facilities were destroyed. Workers boycotted factories, students quit classes. അതായത് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഇന്ത്യയിലെ സിറ്റുവേഷൻ മുഴുവൻ മാറി. സമാധാനപരമായി പോയിട്ടുണ്ടായിരുന്ന ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ത് ചെയ്തു? വളരെയധികം വയലൻസിലോട്ട് പോയി. അവരെന്തൊക്കെയായിരുന്നു ചെയ്തത്? ദാറ്റ് ഈസ് ദേ ഡിസ്ട്രോയ്ഡ് റെയിൽവേ സ്റ്റേഷൻസുകൾ നശിപ്പിച്ചു, ഗവൺമെൻറ് ഓഫീസിന് തീ വെച്ചു, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ബ്രോഡ്കാസ്റ്റ്, ടെലികമ്മ്യൂണിക്കേഷൻ, എല്ലാ കമ്മ്യൂണിക്കേഷനുകളും നശിപ്പിച്ചു. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ക്ലാസ് ക്വിറ്റ് ചെയ്തു. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ അക്രമമായ രീതിയിലൂടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ബ്രിട്ടീഷ് സപ്രസ് ദ മൂവ്മെൻറ്റ് ബ്രൂട്ടലി. ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെയും ബ്രിട്ടീഷ് എന്ത് ചെയ്തു? അടിച്ചമർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ ദി ഇയർ 1942 ഓൾ ഇന്ത്യ കോൺഗ്രസ് മീറ്റിംഗിൽ എവിടെ വെച്ചിട്ട്? ലാഹോറിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി. ഇവിടെ വെച്ചിട്ട് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കോട്ട് നിങ്ങൾ എഴുതണം, ദാറ്റ് ഈസ് ഡു ഓർ ഡൈ. പിന്നെ എന്താണ് ഗാന്ധിജിയുടെ ആ അറസ്റ്റിന് ശേഷം സംഭവിച്ചിട്ടുള്ള ഇൻസിഡൻറ്റ് കൂടി നിങ്ങൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ എഴുതേണ്ടതാണ്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. The next topic is Subhash Chandra Bose and the Indian National Army. Okay, Subhash Chandra Bose believed that India's independence was not a charity of British, but it was to be achieved through struggles. Though his famous proclamation, "Give me blood and I will give you freedom." അല്ലേ, സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊട്ടേഷനാണ് "Give me blood, I will give you freedom." നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ സുഭാഷ് ചന്ദ്രബോസ് പറയുന്നത് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് വാസ് നോട്ട് എ ചാരിറ്റി ഓഫ് ബ്രിട്ടീഷ്. അല്ലേ, ചാരിറ്റി എന്താ? നമ്മൾ ദയവ് തോന്നി കൊടുക്കുന്നതാണ് ചാരിറ്റി. അല്ലേ, അങ്ങനെ ഒരു ചാരിറ്റി ഒന്നുമല്ല ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ്. ബട്ട് ഇറ്റ് ഷുഡ് ബി അച്ചീവ്ഡ് ത്രൂ സ്ട്രഗിൾസ്. അല്ലേ, യുദ്ധം ചെയ്തിട്ടാണെങ്കിൽ അല്ലെങ്കിൽ പോരാടിയിട്ട് നമുക്ക് കിട്ടേണ്ടതാണ് എന്ത്? ഇൻഡിപെൻഡൻസ്. അത് അക്രമമായ രീതിയിലൂടെയാണെങ്കിൽ അങ്ങനെ, അല്ലേ, അങ്ങനെ ഇൻഡിപെൻഡൻസ് കിട്ടണം എന്നുള്ളൊരു ഒപ്പീനിയൻ ആയിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. അതിനായിട്ട് ഹി ടുക്ക് ഓവർ ദ ലീഡർഷിപ്പ് ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമി ഫൗണ്ടഡ് ബൈ റാഷ് ബിഹാരി ബോസ് ആൻഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. അല്ലേ, ആ ഒരു സമയത്ത് റാഷ് ബിഹാരി ബോസ് സ്ഥാപിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലീഡർഷിപ്പ് എടുത്തുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്തു? പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഓക്കെ, സി ഗാന്ധിജി ഡിസ്ക്രൈബ് സുഭാഷ് ചന്ദ്രബോസ് ആസ് നേതാജി. ദ സ്ലോഗൻ "ജയ് ഹിന്ദ്" was the contribution of Subhash Chandra Bose. From Kerala, Captain Lakshmi and Vaikom Abdul Khader were joined INA. സി ഇവിടെ ഗാന്ധിജി നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നേതാജി എന്നാണ്. നമ്മളെല്ലാവരും സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പ്രയറും അസംബ്ലിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ ജയ് ഹിന്ദ് പറയും. അല്ലേ, ഈ ജയ് ഹിന്ദ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് നമുക്ക് തന്നിട്ടുള്ളതും സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആ ഒരു മുദ്രാവാക്യം ജയ് ഹിന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുദ്രാവാക്യം നമുക്ക് തരുന്നതും സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും ദാറ്റ് ഈസ് ക്യാപ്റ്റൻ ലക്ഷ്മി, അതുപോലെ തന്നെ വൈക്കം അബ്ദുൽ ഖാദറൊക്കെ INA ജോയിൻ ചെയ്ത് സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പം പ്രവർത്തിച്ച് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. ദാറ്റ് ഈസ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് വാസ് നോട്ട് എ ചാരിറ്റി ബട്ട് ഇറ്റ് ഷുഡ് ബി അച്ചീവ്ഡ് ത്രൂ സ്ട്രഗിൾസ്. അല്ലേ, ആൻഡ് ദ ഫേമസ് പ്രൊക്ലമേഷൻ ഓഫ് സുഭാഷ് ചന്ദ്രബോസ് വാസ് "Give me blood and I will give you freedom." Okay, and Gandhiji described Subhash Chandra Bose as Netaji and he has given the proclamation of quote that "Jai Hind." അല്ലേ, ജയ് ഹിന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള അത് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. അല്ലേ, ഇനി ക്യാപ്റ്റൻ ലക്ഷ്മി ആൻഡ് വൈക്കം അബ്ദുൽ ഖാദർ ഓൾസോ ജോയിൻഡ് INA. അല്ലേ, ഇനി വൈക്കം അബ്ദുൽ ഖാദർ മരിക്കുന്ന സമയത്ത് തൻ്റെ വീട്ടുകാർക്ക് എഴുതിയ ഒരു ലെറ്റർ ഉണ്ട്, that we will discuss. ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഓക്കെ, "My father, I am leaving you forever. My death will be before the 6 in the morning tomorrow. When the clock strikes 12 to night, it will be the death knell that mark the first moment of my last day.
I will die between 5 and 6 a.m. on Friday, the 7th day of Ramzan. Respected Father, Doting Ummah, my beloved brothers and sisters, I have no words of solace for you. I am leaving you all. Don't mourn me. You will in need to please when you came to know from the eyewitness how bravely, blissfully and peacefully I died. You would definitely proud of me. Let me conclude, your beloved son, മുഹമ്മദ് അബ്ദുൾ ഖാദർ. ഈ ലെറ്റർ വളരെയധികം അത് വായിച്ച് മനസ്സിലാക്കണം അല്ലേ. അതായത് സ്വന്തം അച്ഛനും അമ്മയ്ക്കും ലെറ്റർ എഴുതുകയാണ്. ഞാൻ നാളെ രാവിലെ 5 മണിക്കും 6 മണിക്കും ഉള്ളിൽ എന്ത് ചെയ്യാണ്, മരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ലെറ്റർ എഴുതുന്നത്. അവരെ സമാധാനിപ്പിക്കാൻ യാതൊരു വിധത്തിലുള്ള വേർഡ്സും എൻ്റെ കയ്യിലില്ല. ഐ ഹാവ് നോ സൊലൈസ് എന്നാണ് പറയുന്നത്. ഒരു വേർഡ്സും അവിടെ ഇല്ല. പക്ഷേ നിങ്ങൾ നാളെ അറിയും ഹൗ ബ്രേവ്ഫുള്ളി, ബ്ലസ്ഫുള്ളി അല്ലേ, എത്ര അനുഗ്രഹത്തോട് എത്ര ധൈര്യത്തോടു കൂടിയാണ് ഞാൻ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ മരിക്കുന്നത് എന്നുള്ളത് നാളെ ഐ വിറ്റ്നസ്സിലൂടെ നിങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതാണ്. മക്കളെ, എത്ര ലീഡേഴ്സ് മരിച്ചിട്ടും അവരുടെ കഠിനാധ്വാനത്തിലൂടെ അല്ലേ, എത്ര ലീഡേഴ്സിൻ്റെ കഠിനാധ്വാനത്തിലൂടെയാണ് നമ്മൾക്ക് ഇന്ന് ഈ അനുഭവിക്കുന്ന ഇൻഡിപെൻഡൻസ് കിട്ടിയത് അല്ലേ. നമ്മൾ ആ ഇൻഡിപെൻഡൻസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മിസ്യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളത് സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ടതാണ് അല്ലേ. ഒരുപാട് ഗ്രേറ്റ് ലീഡേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് നമ്മളിപ്പോൾ ഇൻഡിപെൻഡൻസ് ആയിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വി ഹാവ് ടു സേഫ് ഗാർഡ് അവർ ഇൻഡിപെൻഡൻസ്. നമ്മളുടെ ഇൻഡിപെൻഡൻസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് മുഹമ്മദ് അലി ജിന്ന ആൻഡ് പാകിസ്ഥാൻ ഡിമാൻഡ്. Muhammad Ali Jinnah demanded a separate nation for the Pakistan, incorporating all the Muslims. മുസ്ലിംസിനെ എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഡിമാൻഡ് ചെയ്തത് മുഹമ്മദ് അലി ജിന്ന ആണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓൾസോ എൻകറേജ്ഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് മുഹമ്മദ് അലി ജിന്ന ബിക്കോസ് ഓഫ് ദ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി അല്ലേ. ബ്രിട്ടീഷുകാർക്ക് എങ്ങനെയെങ്കിലും ഭിന്നിപ്പിച്ച് ഭരിക്കണമെന്നേ ഉള്ളൂ. ആ പോളിസിയുടെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തു, ഇതിനെ മാക്സിമം എൻകറേജ് ചെയ്തു. ആൻഡ് ന്യൂ Viceroy, that is Lord Mountbatten, declared that British India to be partitioned and new state of Pakistan to be created along with the free India അല്ലേ. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ആ ഒരു മൂമെൻറ്റിൽ എന്ത് ചെയ്യണം, ഇന്ത്യയെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യണം, മുസ്ലിംസിനെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ എന്നുള്ളൊരു നാഷനും ആൻഡ് ഫ്രീ ഇന്ത്യ എന്നൊരു നാഷനും അവിടെ കൊണ്ടുവരണം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ മുഹമ്മദ് അലി ജിന്ന ആണ് പാകിസ്ഥാൻ എന്നുള്ളൊരു ഡിമാൻഡ് വെച്ചത്. ആൻഡ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വാസ് ജവഹർലാൽ നെഹ്റു അല്ലേ. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് എപ്പോൾ എടുത്തു, ഓഗസ്റ്റ് 15, 1947 അദ്ദേഹം എന്ത് ചെയ്തു, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ചാർജ് എടുത്തു. നെഹ്റുവിൻ്റെ ഒരു സ്പീച്ച് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, The dawn of freedom. At the midnight of 14th August 1947, Jawaharlal Nehru announced, "Long years ago we made a trust with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. At the stroke of midnight hours, when the world sleeps, India will awake to life and freedom. A moment comes which goes but rarely in history, when we step out of the old to the new, when an age ends, and when the soul of a nation long suppressed find utterance. It is fitting that at this solemn moment we take a pledge of dedication to the service of India and her people and to the still large cause of humanity." So ഇത് ജവഹർലാൽ നെഹ്റു അവിടെ സ്പീച്ചിൽ പറയണം, അർദ്ധരാത്രി 12 മണിക്ക് ലോകം ഉറങ്ങുന്ന സമയത്ത് ദ ഇന്ത്യ ഈസ് അവേക്കൻ ഇൻ ടു എ ന്യൂ ലൈഫ്. ഇന്ത്യ അവിടെ പുതിയൊരു ലൈഫിലോട്ട് പോവുകയാണ്. ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഇവിടെ ഗാന്ധിജിയെ കുറിച്ച് 1-2 കാര്യങ്ങളോട് പറയാനുണ്ട്. ദാറ്റ് ഈസ് ഗാന്ധിജിയുടെ ഫുൾ നെയിം എന്താ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അല്ലേ. ഗാന്ധിജി എപ്പോഴാണ് ജനിച്ചത്, ഒക്ടോബർ 2-നാണ്. എപ്പോഴാണ് മരിച്ചത്, ജനുവരി 13 അല്ലേ. 13 പറഞ്ഞാൽ 30 അല്ലേ. ആരാണ് ഗാന്ധിജിയെ വധിച്ചത്, കൊന്നത് ആരാണെന്ന് അറിയോ, ദാറ്റ് ഈസ് നാഥുറാം ഗോഡ്സെ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യക്കാരനാണ് ഇല്ലേ. ഇന്ത്യൻ മതഭ്രാന്തനാണ് ഗാന്ധിജിയെ കൊന്നത്. അപ്പോൾ ആര് ചോദിച്ചാലും പറയരുത് ബ്രിട്ടീഷുകാരാണെന്ന് പറയരുത്. ബ്രിട്ടീഷുകാരല്ല ഗാന്ധിജിയെ കൊന്നത്. ഗാന്ധിജിയെ കൊന്നത് ഇന്ത്യയിലെ
സിറ്റിസൺ ആയിട്ടുള്ള നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന ഒരു മത ഭ്രാന്തനാണത് ചെയ്തത്. ഓക്കെ, ഇനി ദിസ് ഇസ് ദ ഹോംവർക്ക് ഫോർ യു പീപ്പിൾ, ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ അബൌട്ട് INA ആൻഡ് സുഭാഷ് ചന്ദ്രബോസ്. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ പാകിസ്ഥാൻ ഡിമാൻഡ് ആൻഡ് മുഹമ്മദ് അലി ജിന്ന. നെക്സ്റ്റ് വൺ, chronologically arrange the events related to freedom struggle. ഇവിടെ കുറച്ച് ഇവന്റ് താഴെ തന്നിട്ടുണ്ട്. either ascending order or descending order നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ അറേഞ്ച് ചെയ്ത് പോകണം. ഓക്കെ, നെക്സ്റ്റ് വൺ, കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ ഇവന്റ്സ് തന്നിട്ടുണ്ട്, റീജിയൻ തന്നിട്ടുണ്ട്, സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ജാലിയൻ വാലാബാഗ് അമൃതസർ ഏത് സ്റ്റേറ്റിലാണ്? മലബാർ കേരള തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വരിക അല്ലേ? ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടുപിടിച്ച് എഴുതണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വർക്കാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇവിടെ ഒബ്സർവ് ദ ഫോളോയിങ് ഡേയ്സ് റിലേറ്റഡ് ടു ഗാന്ധിജി ആൻഡ് ഹിസ് മൂവ്മെന്റ്. ഐഡന്റിഫൈ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഡേ അല്ലേ? ഒക്ടോബർ 2 ഇമ്പോർട്ടൻസ് എന്താണ്? ജാനുവരി 9th, ഓഗസ്റ്റ് 9th, ഓഗസ്റ്റ് 15th, ജാനുവരി 13th. ഈ ഡേയ്സിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്ത് ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ എഴുതി വെച്ചാൽ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് വൺ, ലിസ്റ്റ് ഓഫ് ദ ടൈറ്റിൽ വിച്ച് വാസ് ദ ഫോളോയിങ് ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ആർ റെഫേർഡ് ടു അല്ലേ? ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ കുറച്ച് പേഴ്സൺസിന്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഫോർ ഗാന്ധിജിനെ നമ്മൾ പറയുന്നത് മഹാത്മാ എന്നാണ് അല്ലേ? സി, താഴെ കൊടുത്തിട്ടുള്ള പിക്ചർ മൗലാന ഷൗക്കത്ത് അലി ആൻഡ് മൗലാന മുഹമ്മദ് അലിയാണ്. അവരെ എന്താണ് പറയുന്നത്? ദെൻ നെക്സ്റ്റ് പേഴ്സൺ, നെക്സ്റ്റ് പേഴ്സൺ, നെക്സ്റ്റ് പേഴ്സൺ, അങ്ങനെ പേഴ്സൺസിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ പേഴ്സൺസിനെ ഐഡന്റിഫൈ ചെയ്യുക. ചിത്രം അവിടെ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ പേര് അവിടെ എഴുതുക. അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ടൈറ്റിൽ എന്താണോ അതവിടെ എഴുതുക. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിലേറ്റഡ് ടു ദിസ്, you can contact me. Thank you. Have a nice day.